മിഅ്റാജിന്റെ പേരിൽ ഒരു പ്രത്യേക നോമ്പും പ്രത്യേക നിസ്കാരമൊക്കെ ആളുകൾ ചെയ്യാൻ തിടുക്കം കാണിക്കുന്നു. പല ആളുകളും റജബ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ തുടങ്ങിയ റജബ് 1-ാം ദിവസം ചൊല്ലേണ്ടത്, 2-ാം ദിവസം ചൊല്ലേണ്ടത്, 3-ാം ദിവസം ചൊല്ലേണ്ടത്, ഇങ്ങനെ ഓരോ പുണ്യങ്ങളുമായിട്ട് ചില ആളുകൾ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു ആചാരം, അങ്ങനെ ഒരു പ്രത്യേകമായ ദിക്ർ, ഒരു പ്രത്യേക നിസ്കാരം, ഒരു പ്രത്യേക നോമ്പ് റജബിലുണ്ട് എന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ല. എല്ലാ മാസം ഉള്ളതുപോലെയൊക്കെ റജബിലുണ്ട്. അതേ അവസരത്തിൽ മിഅ്റാജ് ഉണ്ടായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യാത്ര കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം എപ്പോഴെങ്കിലും ഇന്ന് ഞാൻ മിഅ്റാജ് പോയ ദിവസമാണ്, അതുകൊണ്ട് ഇന്ന് നോമ്പ് സുന്നത്താണ് എന്ന നിലയ്ക്ക് നബിതങ്ങൾ നോറ്റുവോ, സഹാബാക്കൾ ആ പേരിൽ ഒരു നോമ്പ് അനുഷ്ഠിച്ചുവോ, ആ പേരിൽ ഒരു പ്രത്യേക ദിക്ർ ചൊല്ലിയോ, ആ പേരിൽ ഒരു പ്രത്യേക നിസ്കാരം നിർവഹിച്ചുവോ? മിഅ്റാജ് നിസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു നിസ്കാരം, മിഅ്റാജ് നോമ്പ് എന്ന പേരിൽ ഒരു നോമ്പ്, മിഅ്റാജ് നിസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു നോമ്പുണ്ട് എന്നും അതിന്റെ നിയ്യത്ത് പോലും ചില ആളുകൾ ഇപ്പൊ പഠിപ്പിക്കുകയാണ്. ഉസല്ലി സുന്നത്തുൽ മിഅ്റാജ് റകഅതൈൻ ലില്ലാഹി തആല എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതേണ്ട സൂറത്ത് വരെ വാട്സപ്പിലൂടെയൊക്കെ പലരും പ്രചരിപ്പിക്കുകയാണ്. മഅദല്ലാഹ്, ആരാ ഇതൊക്കെ പഠിപ്പിക്കാൻ അധികാരം കൊടുക്കുന്നത്? ആർക്കാണ് ഇതിന് അധികാരമുള്ളത്? അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പലവിധത്തിലുള്ള കാര്യങ്ങളും സമൂഹം പ്രചരിപ്പിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ ദീൻ സേഫായി നിലനിർത്താൻ എപ്പോഴും സാധിക്കണം. ഭൂരിപക്ഷം ആളുകളും അതിൻ്റെയൊക്കെ പിന്നാലെ പോകും. ഭൂരിപക്ഷം ആൾക്കാരും മിഅ്റാജ് നോമ്പും ബറാത്ത് നോമ്പും ഒക്കെ നോൽക്കുന്നുണ്ട്, ഞാനായിട്ട് ഇനിയിപ്പോൾ എങ്ങനെ വിട്ടുക്കുക, ഞാനും അവിടെ നോൽക്കുക, എന്തായാലും ഇപ്പോൾ അധികം തെറ്റൊന്നുമല്ലല്ലോ, ഒരു നോമ്പെടുക്കല്ലേ, കിടക്കട്ടെ. അങ്ങനെ നോമ്പെടുക്കാൻ നമുക്ക് വകുപ്പുണ്ടോ? അങ്ങനെ നോമ്പെടുക്കാൻ വകുപ്പില്ലല്ലോ. നമ്മളുടെ ഐഡന്റിറ്റി, ഞാനൊരു മുസ്ലിമാണ്, ഞാൻ ശിർക്ക് ചെയ്യൂല, ഞാൻ എൻ്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ മുന്നോട്ട് പോകും എന്നല്ലേ നമ്മുടെ ഷഹാദത്ത് കലിമയിൽ പോലും നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ആ ഐഡന്റിറ്റി നിലനിർത്താൻ ആർക്ക് സാധിക്കുന്നു, ആർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ദീനിൽ നാം നേരിടുന്ന പരീക്ഷണമാണ്.